ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ ഏതു കാരണത്തിന്റെ പേരിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരികെ പിടിക്കാൻ നോമ്പ് നമ്മളെ വിളിക്കുകയാണ്. നഷ്ടബോധങ്ങൾ അങ്ങ് അഗാധത്തോളം എത്തിയപ്പോഴാണ് അവൻ മടങ്ങിവരവിനെ കുറിച്ച് അപ്പന്റെ കൂടാരത്തിൽ കഴിയുന്ന പണിക്കാർക്ക് പോലുമുള്ള സൗലഭ്യങ്ങളെ കുറിച്ചും ഓർക്കാനിടയായത്. രണ്ടാമതൊരു കഥാപാത്രം ഒരു ജ്യേഷ്ഠ സഹോദരൻ. ഒപ്പമായിരുന്നിട്ടും ദാസന്റെ മനസ്സോട് കൂടിയിട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന, അത് പരിഭവമായി പങ്കുവെക്കുന്ന ജ്യേഷ്ഠന്റെ അനുഭവം. രണ്ടും നമ്മുടെ ചിന്തയിൽ ഉണ്ടാവട്ടെ. നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം, പക്ഷേ തിരികെ വരാനും വീണ്ടും അധിക തീക്ഷ്ണതയോട് കൂടിയിട്ട് അനുഗ്രഹത്തോടുകൂടെ ജീവിക്കാനും ഒക്കെ ആവട്ടെ. ധൂർത്തന്റെ കഥയ്ക്ക് ഒരു രണ്ടാം ഭാഗം കേട്ടത് ഓർമ്മയിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ധൂർത്തപുത്രൻ പിന്നീടും വഴിതെറ്റാനായിട്ടുള്ള ശക്തമായ പ്രലോഭനത്തിലൂടെ കടന്നുപോയപ്പം പണ്ട് പറ്റിയ അബദ്ധം അവൻ തിരുത്തുകയാണ്. അവൻ ഉടനെ തന്നെ പോയി അവന്റെ അപ്പനോട്, ഇങ്ങനെ എന്റെ ഉള്ളിൽ പല വിചാരങ്ങൾ പല വിധത്തിൽ കടന്നു വരുന്നുവെന്ന് പറയുന്നു. അപ്പൻ അവനെ ഇങ്ങനെ ചങ്കിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അധികം മിണ്ടാതെ സ്നേഹത്തോടെ അല്പനേരമായിരുന്നു. അവൻ ആ തിരുത്തലിന്, ആ ചേർത്ത് പിടിക്കലിനെ അനുഗ്രഹമാക്കി മാറ്റി. നമുക്കും ഈ മടങ്ങിവരവിന്റെ ആഘോഷം, അനുഗ്രഹം സ്വന്തമാക്കാൻ നോമ്പിനെ സ്വീകരിക്കാം.